യഖ്നി എന്ന് വെച്ചാൽ സ്റ്റോക്ക് അല്ലെങ്കിൽ ബ്രോത്ത്. അതായത് നമ്മൾ ഇറച്ചി കുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ലിക്വിഡാണ് സ്റ്റോക്ക്. അപ്പോൾ നമ്മൾ ഇറച്ചിയിലേക്ക് കുറച്ച് സ്പൈസസും ഒക്കെ ഇട്ട് കുക്ക് ചെയ്യുന്ന സ്റ്റോക്കിൽ നമ്മൾ റൈസ് കുക്ക് ചെയ്യുന്നതാണ് യഖ്നി പുലാവ്. ഇന്നത്തെ വീഡിയോയിൽ യഖ്നി പുലാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ഞാൻ മൈമ സൈമൺ. വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. പേർഷ്യൻ ഒറിജിനലായിട്ടുള്ള ഈ യഖ്നി പുലാവ് ഞാനിന്ന് ചെയ്യുന്നത് മട്ടൺ വെച്ചിട്ടാണ്. മട്ടൺ വെച്ചിട്ടോ ചിക്കൻ വെച്ചിട്ടോ ബീഫ് വെച്ചിട്ടോ ഒക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം ഒരു കുക്കർ എടുക്കാം. കുക്കറിലേക്ക് 1/2 കിലോ മട്ടനാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാനായിട്ടുണ്ട്. ഒരു സവോള റഫായിട്ട് കട്ട് ചെയ്തേക്കുന്നതാണ്, ഒരു മീഡിയം സൈസ് സവോള. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതൊന്ന് ചതച്ചിട്ടിടാം. ലൈറ്റായിട്ടൊന്ന് ക്രഷ് ചെയ്തു അത് ഇതിനകത്തേക്ക് ഇടാം. വെളുത്തുള്ളി ഹോളായിട്ടാണ്, വിത്ത് സ്കിന്നാണ്, പുറമൊന്ന് കഴുകിച്ചിടുക. ഒന്ന് കട്ട് ചെയ്യാം. ഈ പീസ് ഇതിനകത്തേക്ക് ഇടുക. അപ്പോൾ ഈ യഖ്നി പുലാവിന് നമ്മൾ നല്ലതായിട്ട് സ്പൈസസ് ഇട്ടിട്ടാണ് ഇത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ സ്പൈസസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇടാം. അപ്പോൾ നമുക്ക് അരിച്ചെടുക്കുമ്പോൾ ഒക്കെ ബുദ്ധിമുട്ട് വരും. അതിൽ നല്ലൊരു കിഴി കെട്ടിയിട്ടിടുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ക്ലോത്ത് എടുക്കുകയാണ്. മസ്ലിൻ ക്ലോത്ത് ഉപയോഗിക്കുക ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വെള്ള തുണി എടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലി ഹോളായിട്ട് ഇടാം. പെരുംജീരകം, 2 ടീസ്പൂൺ ചേർത്തു. ജീരകം 1 ടീസ്പൂൺ. കുരുമുളക് ഞാൻ ഡയറക്റ്റ് ചേർക്കുകയാണ്, 2 ടീസ്പൂൺ. ഒരു 4 ഏലക്ക, ജാതിപത്രി ഒരു പകുതി എടുത്തേക്കുന്നത്, സിനമൺ ഒരു ചെറിയ കഷ്ണം, ഗ്രാമ്പൂ ഒരു 3-4 എണ്ണം. നമുക്ക് വേണ്ട തക്കോലം ഒരു ഫുൾ വേണ്ട, അതിൻ്റെ പകുതി മതിയാവും. ഇതിൻ്റെ ഒരു പകുതി എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ബ്ലാക്ക് കാർഡമം, വലിയ ഏലക്ക അല്ലെങ്കിൽ കറുത്ത ബ്ലാക്ക് കാർഡമം. നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഷാജീരകം. ഇതെല്ലാം കൂടെ നമുക്കിട്ടാം. ഇത് കൂടി ഇതിനകത്തേക്ക് ഇടും. കൂടാതെ ഇതിനകത്തേക്ക് ഒരു പച്ചമുളക് ഇടുകയാണ്. ഉപ്പ് 1 ടീസ്പൂൺ ഉപ്പ്, ഒരു ബേ ലീഫ്. ഇത്ര സാധനങ്ങളാണ് ഇട്ടേക്കുന്നത്. ഇനി അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. നമുക്ക് സ്റ്റോക്ക് നന്നായിട്ട് വേണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. 2 കപ്പ് വെള്ളം ഒഴിച്ചു. 2 കപ്പ് വെള്ളം ഒഴിച്ചു. ഇനിയും ഈ മട്ടൺ നന്നായിട്ട് വേകുന്ന വരെ കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ മട്ടൺ ഒരു വിസിൽ വരെ ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തു. അതിനുശേഷം തീ കുറച്ച് ഒരു 6-7 മിനിറ്റ് കുക്ക് ചെയ്തു ലോ ഫ്ലെയിമിൽ. ഇപ്പം പ്രഷറെല്ലാം പോയി. തുറക്കാം. ചെക്ക് ചെയ്യാം മട്ടൺ ആയിട്ടുണ്ടോ എന്നുള്ളത്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചൂടാണെങ്കിൽ ഒത്തിരി പ്രസ് ചെയ്യാൻ മേല. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനി ഊറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് മീറ്റും അതിൻ്റെ സ്റ്റോക്കും സെപ്പറേറ്റ് ചെയ്യണം. യഖ്നിയാണ് സ്റ്റോക്ക്. ഇതിനകത്തുനിന്ന് ആ വെളുത്തുള്ളി വലിയ പീസസ് ആയിട്ടുള്ള കിടക്കുന്നത് അതെല്ലാം നമുക്ക് എടുത്ത് മാറ്റാം. ഈ കിഴി അതിൻ്റെ ഫ്ലേവർ എല്ലാം ഇറങ്ങിയിട്ടുണ്ടാവും. ഇഞ്ചി, ബേ ലീഫ് ഇതെല്ലാം മാറ്റി. ഇപ്പം നമ്മൾ യഖ്നിയും മീറ്റും സെപ്പറേറ്റ് ചെയ്തു. ഈ ഇറച്ചി നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് ആവശ്യം വരും. ഈ സ്റ്റോക്കിലാണ് നമ്മൾ റൈസും കുക്ക് ചെയ്യുന്നത്. ഇത് രണ്ടൊന്ന് മാറ്റി വെക്കാം. ഇനി വേറെ ഒരു കുക്കർ എടുക്കാം. ഇത് കുക്കർ വേണം എന്നില്ല, ഞാൻ കുക്കറിലാണ് ചെയ്യുന്നത്. ചൂട് എളുപ്പം അതാണ്. കുക്കറിന് പകരം സാധാരണ ഒരു കടായിയോ അങ്ങനെ വല്ലതും ഉപയോഗിച്ചാലും മതി. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സവാള നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക.
2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. അതിനൊപ്പം തന്നെ കുറച്ച് ഓയിലും ഞാൻ ഏകദേശം 2 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. സവാള ഫ്രൈ ചെയ്യണമല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇച്ചിരി കൂടുതൽ ആവശ്യമുണ്ട്. ഇവിടെ നെയ്യും ഓയിലും ചൂടായി. ഇപ്പോൾ ഓയിലിന് പകരം നെയ്യ് മൊത്തത്തിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ 2 വലിയ സവാളയാണ് സ്ലൈസ് ചെയ്തത് അതിനകത്തേക്ക് ചേർക്കാം. സാധാരണ ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ അണിയൻസ് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ബ്രൗൺ ആകുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കുക. സവാള പെട്ടെന്ന് കുക്ക് ആവാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പൂടെ ചേർക്കുകയാണ്. ഉപ്പ് ചേർക്കുമ്പോൾ സവാളയിൽ നിന്നുള്ള വെള്ളം പെട്ടെന്ന് ഇറങ്ങും, പെട്ടെന്ന് ഫ്രൈ ആവും. ഇവിടെ സവാളയൊക്കെ ഗോൾഡൻ ബ്രൗൺ കളറായി ഇനി എടുക്കാം. ഈ സെയിം ഓയിലിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ഇടാനായിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ജീരകം, സാധാരണ ജീരകം, 1/4 ടീസ്പൂൺ ഷാജീരകം, ഒരു ചെറിയ കഷ്ണം സിനമൺ, 3 ഏലക്ക, 2-3 ഗ്രാമ്പൂ, ഒരു ബേ ലീഫ്. ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ക്രഷ് ചെയ്തതാണ്, അത് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത വെളുത്തുള്ളി, 1/2 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത ഇഞ്ചി, ചെറിയൊരു കഷ്ണം ഇഞ്ചി ക്രഷ് ചെയ്ത്. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റുക. നല്ലൊരു മണം വരണം, പച്ചമണം മാറി നല്ലൊരു മണം വരണം. അടുത്തായിട്ട് നമുക്ക് ചെറിയൊരു സൈസ് ടൊമാറ്റോ വേണം, അതുകൂടെ കട്ട് ചെയ്യാം. ഈ ചെറിയൊരു ക്വാണ്ടിറ്റി മതി. അതിനകത്തേക്ക് ഇടാം. ഈ ടൊമാറ്റോ ഒട്ടും തന്നെ ഇടാതെ തൈര് മാത്രം വെച്ച് ഉണ്ടാക്കും ഞാൻ. പക്ഷേ എപ്പോഴും ഒരു ചെറിയ സൈസ് ടൊമാറ്റോ ഇടാറുണ്ട്. തൈര് മാത്രം ഇടണമെങ്കിൽ തൈര് മാത്രമായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. ടൊമാറ്റോ ഒന്ന് ഉടഞ്ഞു. ഇതിലേക്ക് 1/2 കപ്പ് തൈരൂടെ ചേർക്കാം. തൈരിട്ടൊന്ന് പറ്റി വരണം, ഒന്ന് ഡ്രൈ ആവണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിനകത്തേക്ക് നമുക്ക് മട്ടൺ ചേർക്കാം. ഈ മട്ടണിൽ ഈ തൈരിൻ്റെയൊക്കെ മിക്സർ നന്നായിട്ട് കോട്ടഡ് ആവണം, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ അത് നമ്മൾ മുളക് പൊടിയോ അല്ലെങ്കിൽ ഗരം മസാലയോ ഒന്നും ചേർക്കത്തില്ല. ഗരം മസാലയൊക്കെ ഹോളായിട്ടാണ് ഇടുന്നത്. ഇച്ചിരി മല്ലിപ്പൊടി വേണമെങ്കിൽ ചേർക്കാം. ഈ തൈരിൻ്റെയൊക്കെ മിക്സ് ഒരു 3/4 ഭാഗം പറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ഈ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന സവാള ഇതിനകത്തേക്ക് ചേർക്കാം. കുറച്ച് റിസർവ് ചെയ്യും ഗാർണിഷിന് വേണ്ടിയിട്ട് ലാസ്റ്റ്, ബാക്കി ഇതിനകത്തേക്ക് ചേർക്കാം. യഖ്നി പുലാവിന് ഈ ഫ്രൈഡ് അണിയൻ്റെ ഒരു ചെറിയൊരു ലൈറ്റ് കളറാണ് കിട്ടാറ്. എപ്പോഴും ഈ മസാലയ്ക്കകത്തിട്ട് മട്ടൺ നന്നായിട്ട് വഴറ്റിയെടുക്കുക, അതാണ് അതിൻ്റെ ഒരു ഫ്ലേവർ. അപ്പം നോക്കിയാൽ എണ്ണയൊക്കെ തെളിഞ്ഞു, ആ ഗ്രേവി ഒട്ടും ഇല്ലാതെ ഡ്രൈ ആയി. ഇനി നമുക്കിതിനകത്തേക്ക് സ്റ്റോക്ക് ചേർക്കാം. അപ്പം ഞാൻ 2 കപ്പ് അരിക്കുള്ളതാണ് കുക്ക് ചെയ്യുന്നത്. 2 കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 380 ഗ്രാമാണ്. അപ്പം അതിന് എപ്പോഴും 2 കപ്പിന് 3 കപ്പ് വെള്ളം ചേർക്കാം. നമ്മൾ പ്രഷർ കുക്ക് ചെയ്താണല്ലോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് 3 കപ്പ് വെള്ളം ചേർക്കാം. ഇവിടെ 2.5 കപ്പേ ഉള്ളൂ, ബാക്കി വെള്ളം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം.
3 കപ്പ് ലിക്വിഡ് ചേർത്തു. ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അപ്പോൾ ഈ സമയത്ത് ടേസ്റ്റ് ചെയ്യുക, ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർക്കുക. ഞാൻ ഇച്ചിരി ഉപ്പ് ഇടുകയാണ്. നമ്മൾ ആദ്യം മീറ്റ് കുക്ക് ചെയ്യാനകത്ത് കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു, 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും കൂടെ ടേസ്റ്റ് നോക്കിയ ശേഷം ഇടുക. ഞാൻ ഒരു 1.25 ടീസ്പൂണും കൂടെ എക്സ്ട്രാ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് എപ്പോഴും പൊടിക്ക് മുമ്പിൽ നിൽക്കണം. നമ്മൾ റൈസിനൂടെ കൂട്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. ഇവിടെ ഈ മിക്സർ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. നമുക്കിതിനകത്തേക്ക് റൈസ് ചേർക്കാം. 2 കപ്പ് ബസ്മതി റൈസാണ്. ഒരു 1/2-3/4 മണിക്കൂർ സോക്ക് ചെയ്യുക. സോക്ക് ചെയ്ത ശേഷം വെള്ളം വാർന്നിട്ട് എടുക്കുക. 2 കപ്പ് വേവ് നോക്കിയ ശേഷം ഒരു 380 ഗ്രാംസ് ഉണ്ട്, 380 ഗ്രാം വരുന്നത്. ഞാൻ മെഷർ ചെയ്യുന്ന കപ്പ് 250 ml കപ്പാണ്. നല്ലൊരു തിള വരുമ്പോൾ ഇത് അടച്ചു വെക്കാം. എപ്പോഴും ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എപ്പോഴും പൊടിക്ക് മുമ്പിൽ നിൽക്കണം ഉപ്പ്. ഞാൻ കുക്കറിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒറ്റ വിസിൽ വരെ കുക്ക് ചെയ്യത്തുള്ളൂ. ഇത് അടച്ചു വെക്കുക. ഒറ്റ വിസിൽ വന്ന് കഴിയുമ്പോൾ ഓഫ് ചെയ്യുക, ഹൈ ഫ്ലെയിമിൽ. ഇപ്പോൾ 1 വിസിൽ വന്നു, തീ ഓഫ് ചെയ്യാം. ഇനി പ്രഷർ മൊത്തം പോയി കഴിഞ്ഞ ശേഷം തുറക്കാം. അപ്പോൾ ഒരു വിസിൽ വന്ന ശേഷം നമ്മൾ ഓഫ് ചെയ്തിട്ടേക്കായിരുന്നു. ഇനി അത് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ പ്രഷർ കുക്കറിൽ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് സാധാരണ നമ്മൾ ബിരിയാണി ഒക്കെ ചെയ്യുന്ന പോലെ ദം ചെയ്ത് വേണമെങ്കിൽ എടുക്കാം. ഇതാ ഇച്ചിരി എളുപ്പമുള്ള മെത്തേഡാണ്. ചെക്ക് ചെയ്യാം. അരിയൊക്കെ വിട്ട് കിടക്കുന്നത്, ഒട്ടും വെള്ളമില്ല. റൈസ് എല്ലാം പെർഫെക്റ്റ്ലി കുക്ക്ഡാണ്. നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിനകത്ത് മട്ടൺ പീസസ് ഒക്കെ നല്ല വെന്ത് നല്ല വിട്ട് പോകുന്ന ഒരു പരുവത്തിലാണ്. ബോണിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന ഒരു പരുവത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ യഖ്നി പുലാവ് നിങ്ങൾ കണ്ടല്ലോ. എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു വേർഷനാണ് ഞാൻ കാണിച്ചത്. ഇത് ഗാർണിഷ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൈഡ് അണിയൻസ്, സവാള വറുത്തതിനകത്തേക്ക് ചേർക്കാം. എൻ്റെ വേർഷനിലുള്ള ഈ യഖ്നി പുലാവ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരുപാട് വ്യൂവേഴ്സ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു യഖ്നി പുലാവിന് വേണ്ടിയിട്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.